ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പബ്ലിക്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ. പബ്ലിക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം, ഇല്ലേ? അപ്പോൾ അത് മൂന്നാമത്തെ ഒരു അവസ്ഥയാണെന്ന് ഞാൻ കരുതുക. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾ പഠിച്ചിട്ട് തനിയെ പറഞ്ഞു നോക്കും. പഠിച്ചിട്ട് ഞാൻ പഠിച്ചോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കും. നിങ്ങളങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ? ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? പിന്നെ കുറച്ച് കഴിയുമ്പോഴും അവൾക്ക് തോന്നും, അവളോ അവനോ ആണെങ്കിൽ അമ്മയെ ഒന്ന് പഠിച്ച്, അമ്മ ഞാൻ പഠിച്ചിട്ടുണ്ട് അമ്മ, അമ്മ എന്നൊന്നോട് ചോദിക്കോ, അമ്മ ഞാൻ ഉത്തരം പറയുമോ എന്ന് അമ്മ ഒന്ന് ടെസ്റ്റ് ചെയ്യുമോ, എനിക്ക് അത്രയും കൂടി കോൺഫിഡൻസ് ആവുമല്ലോ. അമ്മയോട്, ചില അമ്മമാരോട് ഇല്ലേ, ചില അമ്മമാരോട് ചോദിക്കാം, അമ്മ എന്നോടൊന്ന് ചോദിക്കമ്മ ഞാൻ പഠിച്ചിട്ടുണ്ടോ. അങ്ങനെ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടെന്ന് കരമുയർത്താവോ. ചില മക്കൾ ചിലപ്പോൾ ചോദിക്കും, ആരുമില്ലേ. ഇനി മൂന്നാമത്തേതാണ് പോയി പരീക്ഷ എഴുതുക. അതെ, അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ, ചോദിക്കും, അമ്മ ഒന്ന് എന്നോട് ചോദിക്കുമെന്ന് പറയും. മൂന്നാമത്തെയാണ് നമ്മൾ പബ്ലിക് എക്സാം. അപ്പോൾ ആദ്യം സ്വയം ബോധ്യപ്പെടുത്താതെയും ആരെങ്കിലും പഠിച്ച് കേൾപ്പിക്കാതെയും നേരിട്ട് പോയി പബ്ലിക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു ട്രയലൊക്കെ ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മോഡൽ എക്സാം ഉള്ളത്, മോഡൽ എക്സാം. അപ്പോൾ സ്വയം ഈശോ ഇന്ന് വിധിക്കാൻ വരുന്നതിനെക്കുറിച്ചാണ് പറയുക. അവസാനം എപ്പോഴാണെന്നറിയില്ല, പുത്രന് പോലും അറിയില്ല. അപ്പോൾ എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു വിധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മളെ തന്നെ വിധിക്കുക, അതായത് നമ്മളെ തന്നെ പരിശോധിക്കുക. ദൈവം പരിശോധിക്കാൻ വരുന്നതിന് മുൻപ് നമ്മളെ ഒന്ന് പരിശോധിച്ച് ക്രമപ്പെടുത്തി വെച്ചാൽ എളുപ്പമല്ലേ കാര്യങ്ങൾ. നമ്മളെ തന്നെ പരിശോധിക്കുന്നല്ല.